ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് മറിഞ്ഞു വീഴാൻ തുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ പോലീസ് വടം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ ബന്ധിച്ചതിന്റെ പേരിലാണ് അവിടെ ബലപ്രയോഗമുണ്ടായപ്പോൾ അത് മറിഞ്ഞു വീഴാൻ തുടങ്ങിയത് എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ വാദം. അവിടെ ഇപ്പോൾ KSEBയുടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഘുനാരായണൻ വിവരങ്ങളുമായുണ്ട്. രഘു, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? KSEB ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അല്ലേ? KSEBയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. ഇവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം പോസ്റ്റ് മാറ്റാനുള്ളൊരു ശ്രമമാണ് പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSEB ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. മുരാരി ബാബു ആണ് ഇവിടുത്തെ, അദ്ദേഹം തൊട്ട് മുൻപിരുന്ന ഓഫീസാണത്. അതുകൊണ്ട് അവിടത്തേക്ക് പ്രതിഷേധം നടത്തി ചാണകവെള്ളം തളിക്കുക എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സമരം. ആ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൻ്റെ ഒരു 100 മീറ്റർ മാറി പോലീസ് ബാരിക്കേഡും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വടവും ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ബലംപിടുത്തമുണ്ടായപ്പോൾ തന്നെ ഈ പോസ്റ്റ് താഴേക്ക് ചരിഞ്ഞു വീണു. ഒരു നല്ല കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ്. അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. എന്തായാലും അത് താഴേക്ക് പതിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അപകടമുണ്ടാകുമായിരുന്നു. കാരണം ആ സമയത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ, പോലീസിൻ്റെയോ മാധ്യമപ്രവർത്തകരുടെ ദേഹത്തേക്കൊക്കെ ആ പോസ്റ്റും ഒപ്പം തന്നെ വൈദ്യുതി ലൈനും വീഴാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. വലിയൊരു അപകടമാണ് ഏതായാലും ഒഴിവായത്. അരമണിക്കൂറിലധികമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ചേർന്ന് ഈ പോസ്റ്റ് താഴെ വീഴാതിരിക്കാൻ വേണ്ടി താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. 10 മിനിറ്റിന് മുമ്പ് KSEB ഉദ്യോഗസ്ഥരെത്തി ഇതിൻ്റെ കണക്ഷൻ വേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം പോസ്റ്റ് താഴേക്ക് ഇട്ടുകൊണ്ട് പുതിയ പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ളതാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഈ മനഃപൂർവ്വം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദേഹത്തേക്ക് പോസ്റ്റ് വീഴാൻ പറ്റുന്ന രീതിയിലാണ് ഈ വടം ബന്ധിച്ചത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഉന്തും തള്ളും ഉണ്ടാകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകട സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം ചേർന്ന് ഈ അപകടം ഒഴിവാക്കാനുള്ള ശ്രമത്തിലേക്ക് ഒന്നിച്ചു മാറുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. രഘു, അതെ, കാരണം എന്താ നമുക്ക് ആ പോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായപ്പോൾ ഈ പോസ്റ്റിൻ്റെ അടിഭാഗത്ത് നിന്ന് പോസ്റ്റ് ഇളകി മാറുകയായിരുന്നു, ഒടിഞ്ഞ് മാറുകയായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ബഹളം വെച്ച് പോസ്റ്റ് മഴഞ്ഞു വീഴുന്നു. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ബഹളം വെച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ അവസാനിച്ച് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒന്നിച്ച്, അതുവരെ ബലപ്രയോഗത്തിലായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും ഒന്നിച്ച് ചേർന്ന് ഈ പോസ്റ്റ് താങ്ങി നിർത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മറിഞ്ഞു വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഒക്കെ ദേഹത്തേക്ക് വീഴുമായിരുന്നു. എന്ന് മാത്രവുമല്ല ആ സമയത്ത് ഈ ലൈനിൽ വൈദ്യുതിയും ഉണ്ടായിരുന്നു. വലിയ അപകടമായിരുന്നു ഉണ്ടായിരുന്ന. മാധ്യമപ്രവർത്തകരടക്കം ഒരു 10 പ്രതിഷേധക്കാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും അടക്കം ഒരു 100-ലധികം ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 10 പേരുടെയെങ്കിലും ദേഹത്തേക്കായിരിക്കും ഈ പോസ്റ്റ് ഉരുണ്ട് വീഴുക. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഒക്കെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയ അപകടമുണ്ടായി. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആകെ ഒരു 2 ബാരിക്കേഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു റോഡിൻ്റെ പകുതിയോളം പോലും വരത്തില്ല. ഈ 2 ബാരിക്കേഡുകളായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ വേണ്ടി ഒരു ഭാഗത്ത് പോലീസ് സ്ഥാപിച്ചിരുന്നത്. ബാക്കി ഭാഗത്തേക്ക് ഇതുപോലെ വടം കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. പോലീസുകാരുടെ കയ്യിൽ ഷീൽഡ് ഉണ്ടായിരുന്നു. ആ ഷീൽഡ് ഉപയോഗിച്ച് പോലീസുകാരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. ആ സമയത്ത് ഈ വടത്തേലടക്കം പിടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും ഒരു ബലപ്രയോഗം നടത്തി. ആ ബലപ്രയോഗം നടത്തുന്നതിനിടയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോസ്റ്റ് ഉരുണ്ട് വീണത്. ഈ തൊട്ടടുത്താണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇത് ഇവിടെ നിന്ന്, അതായത് ഈ സമരം നടത്തുന്ന ഈ സമരത്തെക്കാരെ തടഞ്ഞതിന് ഒരു 50 മീറ്റർ മാറിയാണ് ഹരിപ്പാട് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അവിടെ തടയേണ്ട യാതൊരുവിധമായ ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഈ ഓഫീസിൻ്റെ മുൻപിൽ ധാരാളം സ്ഥലമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും തടയാമായിരുന്നു. ഇവിടെയൊന്നും പോസ്റ്റൊന്നുമില്ല. പക്ഷേ മനഃപൂർവ്വം ഈ അമ്പലത്തിലേക്കൊക്കെ വരുന്ന ഭക്തരെ ബുദ്ധിമുട്ടിക്കുക, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ ഒരു ഭക്തരുടെയോ അല്ലെങ്കിൽ ജനവികാരമോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് 2 വൈദ്യുത പോസ്റ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ബാരിക്കേഡും മറ്റും സ്ഥാപിച്ചത് എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ഓഫീസ്. ഇന്നലെ വരെ മുരാരി ബാബു ആ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, സസ്പെൻഷൻ വരെ. അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ചൂലും ഒപ്പം തന്നെ ചാണകവെള്ളവുമായി പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയത്. ആ പ്രതിഷേധം